കോടിക്കണക്കിന് വിശ്വാസികളുടെ ആഗ്രഹം പോലെ അയോധ്യയിൽ രാമജന്മഭൂമിയിൽ രാമക്ഷേത്രം ദർശനത്തിന് തയ്യാറാകുമ്പോൾ രാജ്യം തന്നെ ഓർക്കേണ്ട രണ്ട് മലയാളികളെക്കുറിച്ചാണ് ഇന്ന് പറയാനുള്ളത്. വിഷയത്തെ സമീപിക്കുന്ന ആളുകളുടെ മനോഭാവം അനുസരിച്ച് വില്ലനും നായകനും മാറുന്നത് സ്വാഭാവികമാണല്ലോ. ശ്രീരാമഭക്തരുടെ നായകർ എതിർപക്ഷത്തിന് വില്ലന്മാരാകും. അങ്ങനെ സ്വന്തം നാട്ടിൽ വില്ലന്മാരാകപ്പെടുകയും രാജ്യത്താകെ നായകന്മാരാവുകയും ചെയ്ത രണ്ട് മലയാളികളുടെ കഥയാണ് പറയാനുള്ളത്. എല്ലാവരുടെയും മനസ്സിലേക്ക് ആദ്യമെത്തുക കെ മുഹമ്മദ് എന്ന പുരാവസ്തു ഗവേഷകൻ തന്നെയാവും. തീർച്ചയായും ഒരു മുസ്ലിം മതവിശ്വാസി ആയിരുന്നിട്ടും രാമജന്മഭൂമിക്ക് വേണ്ടി ശാസ്ത്രീയ തെളിവുകളടക്കം സംസാരിച്ച കോഴിക്കോട് കൊടുവള്ളിക്കാരൻ കെ മുഹമ്മദ് നിയമപരമായി അയോധ്യയിൽ നീതി ലഭിക്കാൻ മാത്രമല്ല രാജ്യത്ത് സാമുദായിക സ്പർദ്ധ കുറയ്ക്കാനും സഹായിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നതിൽ തർക്കമില്ല. എന്നാൽ അദ്ദേഹത്തെക്കുറിച്ച് പറയാൻ മുമ്പ് മറ്റൊരു മലയാളി കൂടി ഓർക്കേണ്ടതുണ്ട്. അതാണ് നമ്മുടെ ആലപ്പുഴ കുട്ടനാട്ടുകാരൻ കെ നായർ എന്ന കണ്ടംകളത്തിൽ കരുണാകരൻ നായർ. അദ്ദേഹത്തെക്കുറിച്ച് ഇന്നും അധികമാർക്കും അറിയില്ല. കാരണം അദ്ദേഹം 1977 തന്നെ മരണപ്പെട്ടിരുന്നു. 1907 കുട്ടനാട്ടിൽ ജനിച്ച അദ്ദേഹം ഉപരിപഠനങ്ങൾക്ക് ശേഷം 1945 ഉത്തർപ്രദേശിൽ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായി ഔദ്യോഗിക ജീവിതം തുടങ്ങി. അയോധ്യയിലെ നിയമ പോരാട്ടങ്ങൾക്ക് മാത്രം 150 വർഷത്തെ പഴക്കമുണ്ട്. 1885 മഹന്ത് രഘുബീർ ദാസ് ഫൈസാബാദ് ജില്ലാ കോടതിയിൽ തർക്കഭൂമിക്ക് പുറത്ത് മേൽപ്പുര നിർമ്മിക്കാൻ അനുമതി തേടി ഹർജി നൽകിയത് മുതലുള്ള കേസിൻ്റെ നിയമപോരാട്ടം വഴിത്തിരിവുകൾ നിറഞ്ഞതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വർഷമാണ് 1949. 1949 ജൂൺ 1 മുതൽ 1950 മാർച്ച് 14 വരെ 9 മാസവും 14 ദിവസവും ഫൈസാബാദിൽ ജില്ലാ മജിസ്ട്രേറ്റായി സേവനമനുഷ്ഠിച്ചിരുന്നത് മലയാളിയായിരുന്ന കെ നായരായിരുന്നു. 1949 ഡിസംബർ 22-23 അർദ്ധരാത്രിയിൽ ഫൈസാബാദ് ജില്ലാ മജിസ്ട്രേറ്റായിരുന്ന കെ നായരോട് രാംലല്ലയുടെ ഒരു വിഗ്രഹം നീക്കം ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ മുതിർന്ന ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടു. ഇത് വർഗീയ ലഹളയ്ക്ക് കാരണമാകുമെന്ന് പറഞ്ഞ് കെ നായർ അത് നിരസിച്ചു. അലഹബാദ് കോടതി രേഖകളിൽ 8/12/1949 വയർലെസ് സന്ദേശത്തിന് മറുപടിയായി 16/12/1949 ലക്നൗ സർക്കാർ ആഭ്യന്തര സെക്രട്ടറി ശ്രീ ഗോവിന്ദ് നാരായണന് ശ്രീ നായർ എഴുതിയ ഒരു കത്തുണ്ട്. ഈ സ്ഥലത്ത് മനോഹരമായൊരു ക്ഷേത്രം നിർമ്മിച്ചത് വിക്രമാദിത്യനാണെന്നും 16-ാം നൂറ്റാണ്ടിൽ ബാബർ അത് പൊളിച്ചുമാറ്റി ബാബരി മസ്ജിദ് എന്നറിയപ്പെടുന്ന പള്ളി നിർമ്മിച്ചുവെന്നും പ്രസ്തുത പ്രക്രിയയിൽ ക്ഷേത്രത്തിൻ്റെ തന്നെ നിർമ്മാണ സാമഗ്രികളും അവശിഷ്ടങ്ങളും ഉപയോഗിച്ചുവെന്നും ഹിന്ദുക്കൾ വീണ്ടും അവിടെ ഒരു സ്ഥലത്തിൻ്റെ ഉടമസ്ഥാവകാശം പുനഃസ്ഥാപിക്കുന്നതിന് വളരെ കാലം മുമ്പ് തന്നെ ശ്രമിക്കുന്നുണ്ട് എന്നും ശ്രീ നായർ കത്തിൽ പറയുന്നു. നിലവിൽ നിലനിൽക്കുന്ന ചെറിയ ക്ഷേത്രത്തിന് പകരം മാന്യവും വിശാലവുമായ ഒരു ക്ഷേത്രം പണിയുക എന്ന ലക്ഷ്യത്തോടെയാണ് ഹിന്ദു പൊതുജനങ്ങൾ ഈ അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നതെന്നും ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ജനിച്ച സ്ഥലത്ത് ഒരു നല്ല ക്ഷേത്രം സ്ഥാപിക്കാൻ ഹിന്ദു ജനസംഖ്യ വളരെയധികം താൽപ്പര്യപ്പെടുന്നതിനാൽ അതിന് അനുമതി നൽകണം എന്ന രീതിയിലാണ് അദ്ദേഹം 1949 ഒക്ടോബർ 10 ഒരു റിപ്പോർട്ട് നൽകിയത്. ഈ റിപ്പോർട്ട് കണ്ട് പ്രകോപിതനായ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ നിർദ്ദേശപ്രകാരം ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി ഗോവിന്ദ് വല്ലഭ് പന്ത് ഹിന്ദുക്കളെ രാമക്ഷേത്രത്തിൽ നിന്ന് ഒഴിപ്പിക്കാനാണ് തീരുമാനിച്ചത്. എന്നാൽ കെ നായർ വഴങ്ങാൻ വിസമ്മതിക്കുകയും ആ ഉത്തരവ് നടപ്പാക്കണ്ട എന്ന് തീരുമാനിക്കുകയും ചെയ്തു. അതായത് പ്രതാപകാലത്ത് പ്രധാനമന്ത്രിയായിരുന്ന നെഹ്റുവിൻ്റെ ഒരു ഉത്തരവിനെ ലംഘിക്കുക എന്നുള്ള ഒരു പ്രവൃത്തിയാണ് ശ്രീ കെ നായർ എന്ന മലയാളി അയോധ്യ ക്ഷേത്ര വിഷയത്തിൽ ചെയ്തത്. ഹിന്ദുക്കൾ ഈ സ്ഥലത്ത് പൂജ നടത്തുന്നുണ്ടെന്നും അവരെ പുറത്തു പോകാൻ നിർബന്ധിക്കുന്നത് ഒരു കലാപത്തിന് കാരണമാകുമെന്നും അദ്ദേഹം ഉയർത്തിക്കാട്ടി. വിഗ്രഹങ്ങൾ അവിടെ നിന്ന് നീക്കം ചെയ്യാനും അദ്ദേഹം വിസമ്മതിച്ചു. ജില്ലാ മജിസ്ട്രേറ്റ് എന്ന നിലയിൽ നായർ ഗുരുതര കൃത്യവിലോപം നടത്തിയെന്നാരോപിച്ച് നെഹ്റുവിൻ്റെ നിർദ്ദേശപ്രകാരം മുഖ്യമന്ത്രിയായിരുന്ന ഗോവിന്ദ് വല്ലഭ് പന്ത് ശ്രീ കെ നായരെ സസ്പെൻഡ് ചെയ്യാനുണ്ടായത്. എന്നാൽ അന്നത്തെ കോൺഗ്രസ് സർക്കാരിനെതിരെ കെ നായർ കോടതിയെ സമീപിക്കുകയും തനിക്ക് അനുകൂലമായ വിധി സമ്പാദിക്കുകയും ചെയ്തു. വീണ്ടും ഗവൺമെൻറ് സർവീസിൽ അദ്ദേഹം നിയമിതനായെങ്കിലും നെഹ്റുവിൻ്റെ നീരസം കണക്കിലെടുത്ത് ഔദ്യോഗിക ജോലിയിൽ തുടരാൻ കഴിയാതെ സിവിൽ സർവീസിനോട് വിട പറഞ്ഞ് അദ്ദേഹം രാജിവെക്കാനുണ്ടായത്. രാജിവെച്ചതിന് ശേഷം അലഹബാദ് ഹൈക്കോടതിയിൽ അഭിഭാഷകനായി പ്രാക്ടീസ് ആരംഭിക്കുകയും ചെയ്തു. പിന്നീട് ഇത് ഭഗവാൻ തന്നിൽ ഏൽപ്പിച്ച കർമ്മമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അയോധ്യയിൽ രാമക്ഷേത്രം പണിയുന്നതിനായി കെ നായരും കുടുംബവും ജനസംഘത്തിൽ ചേർന്ന് പ്രവർത്തിച്ചു. അദ്ദേഹത്തോട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സംഘം ആവശ്യപ്പെട്ടെങ്കിലും സ്നേഹത്തോടെ നിരസിച്ച അദ്ദേഹം തൻ്റെ ഭാര്യ ശകുന്തള നായരെ ഉത്തർപ്രദേശ് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ 1952 മത്സരിപ്പിക്കുകയും അവിടെ അവർ ജയിച്ച് MLA ആവുകയും ചെയ്തു. പിന്നീട് 4-ാം ലോക്സഭയിൽ ശ്രീ കെ നായരും ഭാര്യയും 1962 യഥാക്രമം ഉത്തർപ്രദേശിലെ ബഹ്റിച്ച കൈസർഗഞ്ച് മണ്ഡലങ്ങളിൽ നിന്ന് വിജയിച്ച് ലോക്സഭാംഗങ്ങളായി. കോൺഗ്രസ് അവരുടെ പ്രതാപികളായിരുന്ന ഈ കാലത്ത് അവരുടെ ഡ്രൈവർ പോലും ഉത്തർപ്രദേശ് അസംബ്ലിയിലേക്ക് ഫൈസാബാദിൽ നിന്ന് ജയിച്ച് MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ടു. അതാണ് അതിശയകരം. 1977 സെപ്റ്റംബർ 7 കെ നായർ അന്തരിച്ചത്. ജനസംഘത്തിനും രാമക്ഷേത്രത്തിനും വേണ്ടി അദ്ദേഹം തൻ്റെ ജീവിതം പിന്നീട് സമർപ്പിച്ചു. ഉത്തർപ്രദേശിൽ പ്രശസ്തനായിരുന്നെങ്കിലും
സ്വന്തം നാടായ കേരളത്തിൽ അദ്ദേഹത്തിന് വേണ്ട അംഗീകാരം ലഭിച്ചില്ല. ഇനി ഇതറിഞ്ഞ് അദ്ദേഹത്തിൻ്റെ പരമ്പരയിൽപ്പെട്ട ആരെങ്കിലും കേരളത്തിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ജീവിക്കാൻ പോലും കഴിയാത്ത വിധം കേരളത്തിലെ സാമൂഹിക രാഷ്ട്രീയ സാഹചര്യം മാറിയിരിക്കുന്നു എന്നതാണ് വസ്തുത. കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് വിശ്വഹിന്ദു പരിഷത്ത് സംഭാവന ചെയ്ത ഒരു ഭൂമിയിൽ അദ്ദേഹത്തിന് വേണ്ടി ഒരു സ്മാരകം പണിയാനും ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപീകരിക്കാനും ഒരു സംഘം തീരുമാനിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. കെ നായരുടെ നേതൃത്വത്തിൽ നടന്ന രാമജന്മഭൂമി പ്രസ്ഥാനം പിന്നീട് LK അദ്വാനി, അശോക് കുമാർ, കല്യാൺ സിംഗ്, വിനയ് കത്യാർ, ഉമാഭാരതി തുടങ്ങി മുതിർന്ന നേതാക്കൾ കാതങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോയി ഇന്ന് രാമക്ഷേത്രം ഭക്തർക്കായി തുറന്നു കൊടുക്കുന്നതുവരെ എത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ രാജ്യമോർക്കുന്ന മറ്റൊരു മലയാളിയാണ് KK മുഹമ്മദ് എന്ന പുരാവസ്തു ഗവേഷകൻ. പലരും ആരോപിക്കും പോലെ അദ്ദേഹം മോദി അധികാരത്തിൽ വന്നതിന് ശേഷം എന്തെങ്കിലും നേട്ടങ്ങൾക്കായി രാമക്ഷേത്രത്തിന് അനുകൂലമായി വാദം പറയുന്നതല്ല. 1952 കോഴിക്കോട് ജനിച്ച അദ്ദേഹം ഉത്തർപ്രദേശിലെ അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ 80കളിൽ പഠനം പൂർത്തിയാക്കി 1988 പുരാവസ്തു വകുപ്പിൽ ജോലി തുടങ്ങിയ വ്യക്തിയാണ്. BB ലാൽ എന്ന പുരാവസ്തു ഗവേഷക വിഭാഗത്തിൻ്റെ ഡയറക്ടർ അയോധ്യയിലെ ക്ഷേത്രത്തിന് അനുകൂലമായി 1990കളിൽ നിലപാടെടുത്ത് മുന്നോട്ട് വന്നപ്പോൾ അദ്ദേഹത്തെ ഒരുപറ്റം ഇടത് ചരിത്രകാരന്മാർ വേട്ടയാടിയപ്പോൾ ശ്രീ BB ലാലിനൊപ്പം പക്ഷം ചേർന്ന് അന്നേ നിലപാടെടുത്ത വ്യക്തിയാണ് KK മുഹമ്മദ്. തൻ്റെ വാക്കുകൾ ഒരു സൗഹാർദ്ദ അന്തരീക്ഷം ഉണ്ടാക്കുമെങ്കിൽ നല്ലതെന്ന രീതിയിൽ അദ്ദേഹം 1990 ഡിസംബർ 15 തന്നെ ഇന്ത്യൻ എക്സ്പ്രസ്സിന് അഭിമുഖം നൽകിയിരുന്നു. അതിന് കാരണം KK മുഹമ്മദിൻ്റെ പഠന കാലയളവിൽ ഇതേ ലാൽ നയിച്ച ടീമിനൊപ്പം അയോധ്യ ക്ഷേത്രഭൂമിയിലെ വിവിധ ഖനന പഠനങ്ങളിൽ ഭാഗമായിരുന്ന ഒരേ ഒരു മുസ്ലിം KK മുഹമ്മദ് ആയിരുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. പിന്നീട് ഔദ്യോഗിക മേഖലയിൽ ദന്തേവാഡ ക്ഷേത്രം, ബാദേശ്വർ പുനരുദ്ധാരണം എന്നീ പ്രൊജക്റ്റുകളിൽ ഭാഗമായിരുന്ന ശ്രീ KK മുഹമ്മദ് നിരവധി ക്രൈസ്തവ ബുദ്ധവിഹാരങ്ങളുടെ ഗവേഷണത്തിലും അക്ബറിൻ്റെ ഭരണകാലത്ത് നഗരമായിരുന്ന ഫത്തേപൂർ സിക്രിയെക്കുറിച്ചുള്ള പല റിപ്പോർട്ടുകളും തയ്യാറാക്കിയ ഗവേഷകനാണ്. 2012 ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ നോർത്ത് വിഭാഗം ഡയറക്ടറായ അദ്ദേഹം അതേ വർഷം തന്നെ വിരമിക്കുകയും ചെയ്തു. പിന്നീട് 2016 അദ്ദേഹം പുറത്തിറക്കിയ ഞാൻ എന്ന ഭാരതീയൻ എന്ന ആത്മകഥയിൽ അദ്ദേഹം നടത്തിയ അയോധ്യ ക്ഷേത്ര അനുകൂല പരാമർശങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം ഇപ്പോൾ കാണും പോലെ വേട്ടയാടപ്പെടുന്നത്. കാരണം ഈ പുസ്തകത്തിൽ ഇർഫാൻ ഹബീബിനെ പോലെയുള്ള മാർക്സിസ്റ്റ് ചരിത്രകാരന്മാർ തീവ്ര മുസ്ലിം ഗ്രൂപ്പുകൾക്കൊപ്പം നിൽക്കുകയും അയോധ്യ തർക്കത്തിന് സൗഹാർദ്ദപരമായ പരിഹാരം കണ്ടെത്താനുള്ള ശ്രമങ്ങളെ പാളം തെറ്റിക്കുകയും ചെയ്തു എന്ന അദ്ദേഹത്തിൻ്റെ ഗുരുതരമായ അവകാശവാദമാണ് പിന്നീട് വിവാദത്തിലായത്. 10ാം നൂറ്റാണ്ടിനും 11ാം നൂറ്റാണ്ടിനുമിടയിൽ ഗുർജാര പ്രതിഹാര രാജവംശത്തിൻ്റെ കാലത്താണ് ഈ ക്ഷേത്രം നിർമ്മിച്ചതെന്നും എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലുകൾ മാർക്സിസ്റ്റ് ചരിത്രകാരൻ ഇർഫാൻ ഹബീബ് അടിച്ചമർത്തിയെന്നും അദ്ദേഹം പുസ്തകത്തിൽ പറഞ്ഞു. ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ചിലും നിരവധി പ്രമുഖ പത്രങ്ങളിലും വളരെ ശക്തനും സ്വാധീനമുള്ളവരുമാണ് ഇർഫാൻ ഹബീബിനെ പോലെയുള്ളവർ എന്ന് അദ്ദേഹം പറഞ്ഞു. പഠനത്തിൻ്റെ ഭാഗമായി ബാബറി മസ്ജിദിന് ഉള്ളിലുള്ള 12 തൂണുകൾ മസ്ജിദിന് ബലം നൽകാൻ വേണ്ടി നിർമ്മിച്ചതല്ല എന്നും അത് അവിടെ നേരത്തെയുള്ള ക്ഷേത്രത്തിൻ്റെ തൂണുകളാണെന്നുമായിരുന്നു തെളിവ് സഹിതം അദ്ദേഹത്തിൻ്റെ വാദം. ഈ ഇർഫാൻ ഹബീബാണ് പിന്നീട് പൗരത്വ ഭേദഗതി നിയമചർച്ച നടക്കുന്ന കാലത്ത് കേരളത്തിൽ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ഗവർണറെ വേദിയിൽ വെച്ച് കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചത് എന്നുകൂടി ചേർത്ത് വായിക്കുമ്പോൾ നമ്മുടെ കേരളം കടന്നുപോകുന്ന നിലവിലെ സാമൂഹ്യ സ്ഥിതിയിലെ വ്യാപ്തി നമുക്ക് മനസ്സിലാകും. നിലവിലെ ബാബറി മസ്ജിദ് തകർത്ത് കയ്യൂക്കിൻ്റെ ബലത്തിൽ അവിടെ ഒരു ക്ഷേത്രം പണിയണമെന്ന വാദമല്ല ശ്രീ KK നായരും KK മുഹമ്മദും മുന്നോട്ട് വച്ചത് എന്ന് മനസ്സിലാകും. മുസ്ലിം മതവിശ്വാസികൾക്ക് മക്കയും മദീനയും പോലെ ക്രൈസ്തവ വിശ്വാസികൾക്ക് ജെറുസലേമും ബത്ലഹേമും പോലെ അവരുടെ ഭഗവാന്റെ ജന്മഭൂമിയായ അയോധ്യയിൽ ക്ഷേത്രം പണിയാനുള്ള അവകാശം ഭാരതത്തിലുള്ള മുസ്ലിം സമൂഹം തന്നെ സൗഹാർദ്ദപരമായി അവർക്ക് വിട്ടുകൊടുത്ത് ഈ രാജ്യത്തൊരു സമാധാന ശ്രമം ഉണ്ടാക്കണമെന്നായിരുന്നു ഇവരുടെ വാദം. അത്തരമൊരു പരിശ്രമത്തിന് ഭരണകൂടം തയ്യാറാകണമെന്നായിരുന്നു KK നായരുടെ നിലപാടെങ്കിൽ അത്തരമൊരു ഒത്തുതീർപ്പിലേക്ക് രാജ്യത്തെ മുസ്ലിം സമൂഹം എത്തണമെന്നായിരുന്നു KK മുഹമ്മദിൻ്റെ അവകാശവാദം. സത്യം പറഞ്ഞാൽ ഈ രാജ്യത്ത് സമാധാനത്തിന് വേണ്ടി ശ്രമിച്ച 2 മലയാളികളാണ് ഇവർ. സ്വന്തം നാട്ടിൽ ഇവർ വില്ലന്മാരാണെങ്കിലും ദേശീയ തലത്തിൽ ഒരുപക്ഷെ ലോകതലത്തിൽ തന്നെ ഇവർ നായകന്മാരാണ്. രാമക്ഷേത്രം ഉയരുമ്പോൾ തീർച്ചയായും എല്ലാവരും ഓർക്കുന്ന 2 മലയാളികൾ.